ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കണ്ടല്ലൂരിൻ്റെ ഒരു അനുഗ്രഹീത കലാകാരി. ഇതിൻ്റെ അവതാരകൻ ശ്രീ വിനോദ് നമ്പീശൻ. നമസ്കാരം സരിതേ. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം നടന്നുകൊണ്ട് നന്നായിട്ട്. സരിത ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കായംകുളം കണ്ടല്ലൂരിൽ ആണ്. സരിതയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ് അല്ലേ? എത്ര മക്കളാണ്? രണ്ടുപേര്. അപ്പം എത്ര വർഷമായിട്ടാണ് ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത്, നമ്മുടെ നെറ്റിപ്പട്ടമൊക്കെ നിർമ്മിക്കാൻ? ഇപ്പൊ 6 വർഷം കൊണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ആ നെറ്റിപ്പട്ടമൊക്കെ ചെയ്തേക്കുന്നത് കാണാം. എന്നാലും ഉണ്ട്. സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് നമുക്കിതിന് വലിയ റേറ്റ് ആണോ? അത്യാവശ്യം റേറ്റ് ഉണ്ട്. എന്നാലും എത്ര രൂപ ഒരു നെറ്റിപ്പട്ടം നമുക്ക് സാധാരണ ഒരു മീഡിയം നെറ്റിപ്പട്ടം ചെയ്ത് വരുമ്പോഴത്തേന് എത്ര രൂപയോ? നമ്മള് 1 feet സ്റ്റാർട്ടിങ് ആണെങ്കിലും 2 feet ഒരു നമ്മളൊരു വീട്ടില് വെക്കുന്നത് 2 feet അളവാ. അത് നമ്മൾ 3000 തൊട്ട് സ്റ്റാർട്ടിങ്. അതിൽ വർക്ക് അനുസരിച്ചാണ് നമുക്ക് റേറ്റ് വരുന്നത്. എത്ര രൂപയാവും? ഇപ്പൊ നമ്മൾ പുറത്ത് കൊടുക്കുന്ന ഒരു റേറ്റ്? പുറത്ത് കൊടുക്കുന്ന ഇത് നമ്മൾ ഒരു 4000 റുപ്പീസിന്റെ. ഇത് എത്ര ദിവസത്തെ ജോലിയാണ്? നമുക്ക് എത്ര ദിവസം വേണ്ടി വരും ഇത് ചെയ്തെടുക്കുന്നതിന്? ഇതൊരു 3-4 ദിവസം എടുക്കും നമ്മൾ വർക്ക് എടുക്കുന്നതിന് അല്ലേ? അപ്പം ഇത് എവിടെ നിന്നാണ്? തൃശ്ശൂരിൽ നിന്നാണോ അതോ കായംകുളത്ത് അതോ ഹരിപ്പാട്? ഇത് നമ്മള് തൃശ്ശൂരിൽ നിന്ന് എടുക്കും, എറണാകുളത്തു നിന്ന് എടുക്കും, പിന്നെ നമ്മൾ കായംകുളം ജനതയിൽ നിന്ന് എടുക്കും. പിന്നെ ത്രെഡ് ഫുള്ള് നമ്മൾ എടുക്കുന്നത് തൃശ്ശൂരിൽ നിന്ന്. അപ്പൊ ഈ സൈഡിലെ പൂവ് ഇത് സൈഡില് ഇത് നമുക്ക് വൂളൻ ത്രെഡാ. ഇത് നമ്മൾ ഫുള്ള് നെയ്ത് ഇത് ചരടില് കോർത്തിട്ട് പിന്നെ നമ്മൾ തയ്ച്ചു വെക്കുക ചെയ്യുന്നത്. ചരടിനൊക്കെ നല്ല വിലയാണോ? വൂളൻ ത്രെഡ് ഏകദേശം റേറ്റ് ഉണ്ട്. അത് നമ്മൾ നല്ല ഫിനിഷിംഗ് ഉള്ള ത്രെഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ തൃശ്ശൂരിൽ നിന്ന് ആയാലും എറണാകുളത്തു നിന്നായാലും നമ്മൾ വരുത്തുന്നത്. അതെ. ഇത് ആർക്കെങ്കിലും ഓർഡർ അനുസരിച്ച് ചെയ്യുവാണോ? അതെ. ഇത് അഹമ്മദാബാദിലുള്ള ഒരു കസ്റ്റമറാണ് അല്ലേ? ഇത് എന്താ വിലയാണ്? ഇത് നമ്മൾ ഒറിജിനൽ നെറ്റിപ്പട്ടത്തിന്റെ മോഡലിലാണ് നമ്മൾ ഇതിനകത്ത് ഈ കുമ്പളയുടെ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ നെറ്റിപ്പട്ടത്തിന്റെ അവര് മോഡൽ അയച്ചു തന്നിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. ഏകദേശം എന്താ വിലയാണ്? ഏകദേശം ഇത് ഒരു 15-ന് മേലെ വരും. അതാ നെറ്റിപ്പട്ടം ചെയ്യുന്നതിൽ ഇച്ചിരി കുറച്ചും കൂടെ വർക്ക് കൂടുതലുണ്ട്. അതുകൊണ്ട് ഇതൊരു എന്ത് സൈസ് ഗമ്മാണിത്? ഇത് ഫെവി ബോണ്ട് എന്ന് പറയും. ഇത് വെച്ചാണ് നമ്മൾ നെറ്റിപ്പട്ടത്തിന്റെ വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് നല്ല പശയുള്ള ഇതാണ്. അതുകൊണ്ട് ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പെട്ടെന്ന് ഇളകി പോയില്ല? ഇല്ല. പിന്നെ നമ്മള് മറ്റുള്ള പെട്ടെന്ന് ഇല്ല. അതെ, നമ്മൾ ഇത് വെച്ചാ ചെയ്യുന്നത്. ഇതിപ്പോ ഇതിന്റെ വർക്ക് തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇതിപ്പം തുടങ്ങിയിട്ട് ഒരാഴ്ച ആയില്ല വർക്ക് തുടങ്ങിയിട്ട്. ഇല്ല, ഇത് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഈ സെയിം തന്നെ നമ്മൾ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അതിന്റെ ഫോട്ടോ കണ്ടപ്പോ അവർക്ക് ആ സെയിം തന്നെ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തതാ. നമ്മളിപ്പം ക്ഷേത്രങ്ങളിൽ ആനകൾക്ക് ഉപയോഗിക്കുന്ന നെറ്റിപ്പട്ടം ചെയ്തിട്ടുണ്ടോ?
അത് അങ്ങനെ ഒറിജിനൽ നെറ്റിപ്പട്ടം ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ മാടമ്പിൽ ക്ഷേത്രത്തിലെ അവിടെ ഞാൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു നെറ്റിപ്പട്ടം. എന്റെ ഒരു ഞാൻ ചെയ്ത് കൊടുത്തത് അന്നേരം അവിടെ ഉത്സവത്തിനാണെങ്കിൽ 2 ദിവസം ആനയ്ക്ക് എഴുന്നള്ളത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഒറിജിനൽ നെറ്റിപ്പട്ടം നമ്മൾ ചെയ്തിട്ടില്ല. ഇതുപോലെ അലങ്കാര നെറ്റിപ്പട്ടങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള ക്രാഫ്റ്റ് വർക്ക് കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇതല്ലാതെ നമ്മള് ഇപ്പം ഹാർട്ട് ഷേപ്പില് ഇപ്പം കുട്ടികളുടെ അല്ലെങ്കിൽ കല്യാണ വർക്ക് അവര് ഇപ്പൊ ആണിന്റെ പെണ്ണിന്റെയും വെച്ച് ഫോട്ടോ വെച്ച് നമ്മൾ ഹാർട്ട് ഷേപ്പിൽ ചെയ്യും, ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ. പിന്നെ ബർത്ത്ഡേക്ക് കുട്ടികളുടെ ഫോട്ടോ വെച്ച് ചെയ്യും. പിന്നെ ദൈവങ്ങളുടെ രൂപം വെച്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്തത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ ഓച്ചിറയിലെയും അതുപോലെ നൂറിനാട് പടനിലം ഇവിടെ വടക്കുകിഴക്കൻ ക്ഷേത്രങ്ങളിലെ കാളകെട്ടിന് അതിന് ഏതെങ്കിലും വാർത്തക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അതാകുമ്പോ കുറച്ചുകൂടെ വലിയ ഇതുപോലെ 5 അടി 6 അടി നീളത്തിലുള്ള. അത് ഓച്ചിറ കഴിഞ്ഞ വർഷം 28 ഓണത്തിന് ഇതുപോലെ തിടമ്പും നെറ്റിപ്പെട്ടുമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പറവമുക്കിന്. അത് ഒരു 5 അടി നെറ്റിപ്പട്ടവും 3 അടി തിടമ്പുമായിരുന്നു. നമ്മുടെ നന്ദിയേശൻ അല്ലേ, അതെ. പിന്നെ നമ്മള് കൊയ്പ്പള്ളിക്കാരായ്മ അമ്പലത്തില് രേവതി മഹോത്സവത്തിന് അവിടെ ഇതുപോലെ ചെയ്തു തിടമ്പ് നെറ്റിപ്പട്ടുമായിട്ട് ചെയ്ത്. പിന്നെ ചിറ്റോളങ്ങരയില് ഇപ്പം ഭരണിക്ക് അത് ചെറിയ ഒരെണ്ണം ഞാൻ ചെയ്തു കൊടുത്തു. ഈ വലിയ കുമ്പളയുടെ സൈഡിൽ കാണുന്ന അത് ചൂരൽപുളി. അത് അതിന്റെ പേരെന്താണ്? ചൂരൽപുളി. ചൂരൽപുളി അല്ലേ? ചൂരൽപുളി കുമ്പളയ്ക്ക് ചുറ്റുമാണ് കൂടുതലും വരുന്നത്. നമ്മള് ഇതുപോലുള്ള കുമ്പളകൾക്ക് ചുറ്റും ഇതിന് ഓരോ സങ്കല്പങ്ങളുണ്ട്. അപ്പൊ ഇതിന് ഓരോ സങ്കല്പങ്ങൾ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പൊ അതിന് ഓരോന്നിനും ഓരോ പേരുണ്ടല്ലോ. ഇത് സപ്തർഷികള്. അത് നമുക്കിപ്പോ ഇതൊരു 5 ഫീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് എല്ലാ സങ്കല്പങ്ങളും ഉൾപ്പെടുത്താൻ പറ്റും. അതെ, നമുക്ക് ഇതിനകത്ത് ഫുള്ള് ഉൾപ്പെടുത്താൻ പറ്റും. ഇത് സപ്തർഷികള്, ഇത് ലക്ഷ്മി, പാർവതി, സരസ്വതി. ഇത് നമ്മള് ത്രിമൂർത്തികൾ എന്ന് പറയാം. ത്രിമൂർത്തി എന്നുള്ള സങ്കല്പമാണ്. ഇത് കുംഭകിണ്ണം എന്ന് പറയും. ഇത് ചന്ദ്രകല. അത് നമ്മള് ഒറ്റ നമ്പർ, അതായത് 9, 11 അങ്ങനെ ഒറ്റ സംഖ്യ. ഇതെല്ലാം നമ്മൾ ഒറ്റ സംഖ്യയായിട്ടാണ് വെക്കുന്നത്. പിന്നെ ഇത് നവഗ്രഹങ്ങള്, അഷ്ടവസുക്കള്. പിന്നെ ഇത് മൂലഗണപതി. ഇതാ ആദ്യം നമ്മള് വെക്കുന്നത്. ആദ്യം നമ്മള് ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി വർക്കെല്ലാം ചെയ്യുന്നത്. ഇത് മൂലഗണപതി, ചന്ദ്രകല, അഷ്ടവസുക്കള്, നവഗ്രഹങ്ങള്. പിന്നെ ഇത് ത്രിമൂർത്തി. ഇത് ലക്ഷ്മി, പാർവതി, സരസ്വതി. പിന്നെ ഇത് സപ്തർഷികള്. അപ്പൊ അങ്ങനെ ഇതിന്റെ എല്ലാ സങ്കല്പങ്ങളും ഇതിപ്പോ ഒരു 5 അടി എല്ലാ സങ്കല്പങ്ങളും ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ചെയ്ത് ഫുള്ള് വർക്ക് ചെയ്ത് വരുമ്പോ ഒരു 7-7.25 അടിക്ക് ഉള്ളിൽ വരും. നമ്മൾ 5 അടി നെറ്റിപ്പട്ടം ആണെങ്കിലും ഇത് ഗോൾഡൻ ഏരിയ മാത്രമാണ് നമ്മൾ 5 അടി കണക്ക് കൂട്ടുന്നത്. ഫുള്ള് വർക്ക് ചെയ്ത് വരുമ്പോ ഒരു 7.5 അടിക്ക് അടുത്ത് വരും. ഇതിന്റെ സൈഡിലെ തിക്കൻസ് പിന്നെ പൂവ് ചെയ്യുമ്പോൾ നല്ല തിക്കൻസ് ഉള്ള പൂവായിരിക്കുമല്ലോ ചെയ്യുന്നത്. അത് ഇത്രയും വലിപ്പത്തിൽ ചെയ്യുമ്പോൾ ഇതിന്റെ സൈഡിലെ ഈ പൂവിന് വലിയ തിക്കൻസ് ഉണ്ടാവണമല്ലോ. കാരണം സാധാരണ ചെറിയ നമ്മുടെ നെറ്റിപ്പട്ടത്തിന് ചെയ്യുന്ന ആ ഒരു പൂവല്ലായിരിക്കുമല്ലോ. അപ്പൊ എന്നാലേ അത് കുറച്ച് ഭംഗിയുണ്ട് വരത്തുള്ളൂ. അത് നമ്മള് രണ്ട് രീതിയിൽ നമുക്ക് നൂല് കെട്ടാം. അതായത് നമ്മള് അലങ്കാര നെറ്റിപ്പട്ടങ്ങൾക്ക് ചെയ്യുന്ന പോലെ നമ്മള് കുറച്ച് നൂല്, അല്ലാതെ നമ്മൾ ഒറിജിനൽ നെറ്റിപ്പട്ടത്തിന് ചെയ്യുന്ന പോലെ കട്ടിക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത ഒരു വർക്ക് നമ്മൾ ഒറിജിനൽ നെറ്റിപ്പട്ടത്തിന്റെ നൂല് ചെയ്തതാണ്. ഇങ്ങനെ ഒരു വർക്ക് ഇത് ബാലൻസ് വന്ന നൂല് വെച്ച് ഞാൻ ചെയ്തതാണ്.
അത് ഒറിജിനൽ നെറ്റിപ്പട്ടത്തിന്റെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുഞ്ചലൊക്കെ അതുപോലെ ഉള്ളത് വരണമല്ലോ ഈ ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ നമ്മളൊരു അലങ്കാരത്തിന് വേണ്ടി ചെയ്തിട്ടേക്കുന്നതേ ഉള്ളൂ. മറ്റേ അല്ലാതെ നമ്മള് എല്ലാ അലങ്കാര നെറ്റിപ്പട്ടങ്ങൾക്കും അല്ലാത്ത നെറ്റിപ്പട്ടങ്ങൾക്കും ഇത് കാളാഞ്ചി അത് ചെയ്യുന്നത് ഒരുപോലെയാണ്. അതാണ് കാളാഞ്ചി അല്ലേ? കാളാഞ്ചി അത് ഇതാണല്ലേ? അത് ഇത് വെച്ച് ഇതിനകത്ത് നമ്മള് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഗണപതിക്ക് താഴെ ആ ഭാഗത്ത് നമ്മള് തയ്ച്ചു വെക്കും. അത് കുറച്ച് വലിയ താഴെക്കുള്ള പൂ വരുന്നത്. ഇതൊക്കെ ചെറിയ ഓർഡറാണോ ഇതൊക്കെ? ഇതൊക്കെ നമ്മള് അലങ്കാരത്തിന് വേണ്ടി ഇപ്പം ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞ് ചെയ്ത് വെക്കുന്നത്. പിന്നെ കാർഹാനിയിൽ നമ്മൾ ചെയ്യും. ഇതൊക്കെ തന്നെ നമ്മള് പറയുന്നതിനനുസരിച്ച് നൂല് ഇതുപോലെ ത്രെഡ് വർക്ക് പല കളറില് ചെയ്തു കൊടുക്കും. ഇതിപ്പോ ഈ ചെയ്തിട്ടേക്കുന്ന നമ്മുടെ ഒരു ക്ഷേത്രത്തിലെ ഒരു ആനയ്ക്ക് കെട്ടാവുന്ന രീതിയിലാണ്. അതെ അതെ, അത്ര വലിപ്പമുള്ളതാണ്. പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നത് അല്ലേ നമ്മുടെ വീടിന്റെ അലങ്കാരത്തിന്? അതുപോലെ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ ഇത് കൂടുതലും ക്ഷേത്രങ്ങളിലൊക്കെ കൂടുതലും ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഇത് മൺകുടമല്ലേ? അതെ അതെ, ഇത് കളർ ചെയ്തിട്ട് ഇങ്ങനെ അതും ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാ. ഇത് ഒരു കുടത്തില് ചെയ്യും, പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഉറി പോലെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്തേക്കുന്ന 2 കളറിലല്ലേ? സിൽവർ പിന്നെ റെഡ് ഗോൾഡൻ മുത്തും. ഇത് നമ്മള് ഈ മുത്തില് നമ്മള് നെറ്റിപ്പട്ടവും ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്ത്. അതായത് സിൽവറും ഗോൾഡും നെറ്റിപ്പട്ടവുമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയും ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ നൂല് കെട്ടുന്നതിനെ കുറിച്ചോ നൂല് കെട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞുള്ളൂ. ആ പൂവിന്റെ കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ 3 കളർ, വെള്ള, ചുവപ്പ്, പച്ച, ഇനി മഞ്ഞയാണ് അല്ലേ? മഞ്ഞ. അപ്പം ഇത് എങ്ങനെ ഇത് പഠിച്ചത്? ഇത് കെട്ടുന്നത് ഒക്കെ ഇത് നമ്മള് അമ്പലപ്പുഴ ഒരു ഇത് ചെയ്യുന്ന ഒരു ആളിന്റെ വീട്ടിൽ പോയി നമ്മൾ പഠിച്ചതാണ്. നമ്മളിങ്ങനെ ഇത് കയ്യിൽ ചുറ്റി ഇതെല്ലാം ഒരേ ലെവലിലായിരിക്കണം, അളവ് കറക്റ്റ് ആയിരിക്കണം. എന്നാലേ നമ്മള് ചേർത്ത് വെക്കുമ്പോ എല്ലാം രണ്ട് സൈഡിലും കറക്റ്റ് വരുത്തുള്ളൂ. കറക്റ്റ് നൂല് കറക്റ്റ് എടുത്തിട്ടില്ലേ? നമ്മള് കറക്റ്റ് ചെയ്ത് വെട്ടിവെക്കും. വെട്ടിവെച്ചിട്ട് അങ്ങനെ ചുറ്റി അങ്ങനെ ചുറ്റി കൊണ്ടുവന്നിട്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടാ പഠിച്ച്. ശരി. ഞാൻ ചെയ്യുന്ന രീതി ഇതാ, അല്ലാതെയും ഇങ്ങനെ രീതിയിൽ ചെയ്യും. ഞാൻ ചെയ്യുന്ന ഈ ഒരു തിരിവുണ്ടല്ലോ, ആ തിരിവായിരിക്കണം അതിന്റെ ഇതായിരിക്കണം ഫ്രണ്ടില് വരുന്നത്. നമ്മള് മുഴുവൻ കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഇത് ലെവല് ചെയ്ത് ഓരോ എല്ലാം ഒരേ അളവായി. അതല്ല, അതിൽ ആ കെട്ടൊരു ഹൈലൈറ്റ്സ് തന്നെയാണ്. അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഓരോ കളറും ഓരോ അളവ് കറക്റ്റ് ആയിരിക്കണം. എന്നാലും 2 സൈഡ് നമ്മള് 4 ഇഞ്ചാണ് അല്ലേ? ഇതിപ്പോ ഓരോ 4 ഇഞ്ച് നമ്മൾ അളന്ന് കറക്റ്റ് ചെയ്ത് കെട്ടിയാലേ 2 സൈഡും വെക്കുമ്പോ ഒരേ ലെവലായിട്ട് വരത്തുള്ളൂ. ഇനി നമ്മൾ 7 കളറാ നമ്മൾ ചുറ്റുന്നത്. ഒറിജിനൽ നെറ്റിപ്പട്ടത്തിന്റെ മോഡൽ ആയതുകൊണ്ട് ഇതിൽ 7 കളർ: വെള്ള, ചുമപ്പ്, പച്ച, മഞ്ഞ, ഓറഞ്ച്, മജന്ത, റോയൽ ബ്ലൂ, ഇത്രയും കളർ നമ്മൾ 7 കളർ ചുറ്റും. ഇത് നൂല് നമ്മൾ ഇങ്ങനെ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ മറ്റേത് തിക്കൻസ് ഉള്ളതാണ് വലിയ പാട്. അതെങ്ങനെയാണ്? അത് ഒറിജിനൽ നെറ്റിപ്പട്ട. അത് നമ്മൾ കുറച്ച് കൂടുതൽ കട്ട് ചെയ്തിട്ട് ഇതേ രീതിയല്ല, അത് വേറെ രീതിയിൽ അത് ചെയ്യുന്ന. അത് ഒറിജിനൽ നെറ്റിപ്പട്ടത്തിന് ചെയ്യുന്ന കൂടുതൽ തിക്കൻസോട് കൂടി. അത് ഈ നൂലിൽ തന്നെ നൂലല്ല, അത് ചരടില നമ്മള്
കനമുള്ള തുണിയുടെ ചരടില്ലേ, ചരടിലേക്ക് ആ ചരടിലാണ് ഇത് കെട്ടുന്നത്. സെയിം ത്രെഡ് തന്നെ, പക്ഷെ കെട്ടുന്ന രീതി വേറെയാണ്. അത് എന്നിട്ട് കട്ട് ചെയ്യുവാണ് അല്ലേ? കട്ട് ചെയ്ത് ചുറ്റി കട്ട് ചെയ്തിട്ട് ഇത് എങ്ങനെ റോളാണോ അതോ എത്ര തൂക്കിയാണോ അതോ തൂക്കമാണോ? കവറിലും ഓരോ കവറില് ഇത്ര എണ്ണം മതി. ഇത് പക്ഷെ നമ്മളിപ്പം ഇത് തൂക്കി കിലോ കണക്കിനായി എടുക്കുന്നത്. അവര് കൊറിയറിൽ അയച്ചു തരും. ഏകദേശം ഇതേ രൂപത്തിലല്ലേ? കാരണം അത് ചെയ്യുമ്പോൾ ഇത്രയും തിക്കൻസിൽ കൊണ്ടുവന്നിട്ട് അത് കൂടുതൽ എടുത്തിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഈ ചരടിന്റെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ തയ്യൽ വരുവാണിത്, കെട്ട് വരുക. അത് വരിഞ്ഞ് കെട്ടിക്കൊണ്ടാണ് പിന്നെ അത് കട്ട് ചെയ്യുവാണ്. ഇത് പോവാണ്. സിൽവറും ഗോൾഡും കൂടെയുള്ള നെറ്റിപ്പെട്ട ഇല്ലേ? വളരെ കുറച്ചുകൂടെ ഒരു കാണാൻ ഭംഗി അതാണ് ഗോൾഡിനെക്കാട്ടില്. കാരണം 2 കളർ കൂടെ ആകുമ്പോൾ ഒരു വെറൈറ്റി കളറാണ്, കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. അത് വളരെ യാദൃശ്യമായിട്ടാണ് നമ്മളെ ക്ഷേത്രങ്ങളിൽ ആനയിരുന്നുള്ളതിന് ഇതുപോലത്തെ കാണുന്നത്. ഈ സിൽവറും ഗോൾഡും കൂടെ അതൊരു പ്രത്യേക ഭംഗി തന്നെ. ഇത് ഏകദേശം എത്ര അടിയത്? ഇത് 2.5 അടി. ഇതിന് എന്താണ് വില? ഇത് നമ്മള് ഗോൾഡൻ പെട്ടതിനെക്കാട്ടി കുറച്ചും കൂടെ റേറ്റ്, അതായത് ഇതിന്റെ ബീഡ്സ് എല്ലാം കറക്റ്റ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് മറ്റേതിനെക്കാട്ടി കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പം കൂടുതൽ വർക്കുകൾ വരട്ടെ. ഒരുപാട് ഓർഡറുകൾ ഇതുപോലെ വന്നിട്ട് ഒരുപാട് ഇനി ക്ഷേത്രങ്ങളിലേക്കൊക്കെ വലിയ ക്ഷേത്രങ്ങളൊക്കെ ചെയ്യാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഓക്കെ.